പാഠം 257. ഒരു പിറന്നാൾ കൂടി. സാറേ, പത്രം വായിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നാ മതിയോ? ഓഫീസിലൊന്നും പോണ്ടേ? ഓഫീസിൽ പോകുന്നത് 9:38. ഇപ്പോ സമയം 9:13 ആകുന്നേ ഉള്ളൂ. എന്റെ പൊന്നു, ഞാനൊരു ഭംഗിവാക്കിന് ചോദിച്ചു എന്നേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കൂ. തലച്ചോറിൽ തന്നെ ഒരു ക്ലോക്കുമായിട്ട് നടക്കുന്ന ആളാണ് വില്ലേജ് ഓഫീസർ എന്ന് ഞാൻ ഓർത്തില്ല. ഇന്നലെ നമ്മുടെ ബേക്കറിലെ പുഷ്കരൻ ഒരു കാര്യം പറഞ്ഞപ്പോഴാ അതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. അതെന്താണ്? അവിടെ ചെന്നപ്പോ അറിയാതെ ഞാൻ പുഷ്കരനോടൊന്ന് ചോദിച്ചു പോയി, സമയം എത്രയായി പുഷ്കരാന്ന്. അപ്പൊ പുഷ്കരൻ പറഞ്ഞു 4:30. എനിക്കെന്തോ സംശയമുള്ളതായിട്ട് പുഷ്കരന് തോന്നിയിട്ടുണ്ടാവും. പുഷ്കരൻ പറയാണ്, വക്കീലേ, ഞാൻ എന്നും രാവിലെ ക്ലോക്ക് ശരിയാക്കി വെക്കുന്നത് മോഹനകൃഷ്ണൻ സാറ് അതുവഴി പോകുമ്പോഴാണ് എന്ന്. കൃത്യം 9:44 സാറ് ബേക്കറിയുടെ മുന്നിലൂടെ നടന്നു പോകുന്നു. അതാണ് കൃത്യനിഷ്ഠ. പുഷ്കരൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. അതെന്താണ്? ഇതിനു മുന്നേ പുഷ്കരൻ ക്ലോക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നത് മദ്രാസ് മേല് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു. ഇപ്പൊ ട്രെയിനൊന്നും പഴയ പോലെ കൃത്യസമയത്തല്ല പോകുന്നത്. പക്ഷേ മോഹനകൃഷ്ണൻ സാറ് കറക്റ്റ് ആയിരിക്കുന്നു. എന്നെ കൊണ്ട് അത് പറ്റും. പക്ഷേ നിന്നെ കൊണ്ട് പറഞ്ഞ സമയത്ത് ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ ഈ ജന്മത്തെ സാധിക്കുമോ? 11 മണിക്ക് നീ എന്നെങ്കിലും ഒരു ദിവസം കോടതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? എനിക്ക് രാവിലെ എഴുന്നേറ്റ് പത്രവും വായിച്ച് നല്ല ഉടുപ്പ് എടുത്തിട്ട് രാവിലെ ഓഫീസിൽ പോയാൽ മതിയല്ലോ. 100 കൂട്ടം പണി കിടക്കുക വീട്ടില്. അടുത്ത ജന്മത്തെ കല്യാണം കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തവരെ കല്യാണം കഴിക്കണം. അപ്പൊ അടുക്കള പണി അയാൾ ചെയ്തുകൊള്ളൂ. എന്താ? അടുത്ത ഒരു ജന്മമുണ്ടെങ്കിൽ അത് ഈ ജന്മത്തെ പ്രവൃത്തി വെച്ചായിരിക്കും എന്നാണ് പറയാറുള്ളത്. ഈ ജന്മത്ത് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നന്നായി ചെയ്യുന്നവർക്ക് കുറെ കൂടി നല്ല ജന്മം. ഈ ജന്മത്തിൽ മോശമായി പ്രവർത്തിച്ചവർക്ക് വളരെ മോശപ്പെട്ട പുനർജന്മം. അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മം ഈ മോഹനകൃഷ്ണൻ ഒരു ജില്ലാ കളക്ടർ ആയിരിക്കും. നീ ഏതെങ്കിലും വക്കീൽ ഓഫീസിൽ നല്ല ഗുമസ്തയായിരിക്കും. വക്കീൽ ഓഫീസിൽ ഗുമസ്തി ആയിരുന്നാലും സഹിക്കാം. പക്ഷേ ശ്വാസം കഴിക്കാൻ പോലും വാച്ച് നോക്കി സമയം തീരുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യ ആവാതിരുന്നാ മതിയേ. ഓ, വില്ലേജ് ഓഫീസറുടെ ഭാര്യയാകാൻ പറ്റില്ലല്ലോ. വക്കീൽ ഗുമസ്തയെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർ കല്യാണം കഴിക്കൂ. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ ഈ പാട്ട് പാടിന്റെ അർത്ഥം എന്താ? ആഹാ, ഇപ്പോ നീ ഈ പാട്ട് പാടിയത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊന്നും ഫലിക്കാതെ പോകില്ല. എടീ, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മെനക്കെടാറുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നടക്കാതെ പോകുകയുമില്ല. ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് അതിനായി പൈസ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന എത്രയോ പേരെ എനിക്കറിയാം. പക്ഷേ എനിക്ക് കാറ് വാങ്ങണ്ട. അതുകൊണ്ട് തന്നെ കാറ് വാങ്ങേണ്ട പൈസക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വേണ്ട. മോഹനേട്ടോ, ഇക്കാലത്ത് കാറ് വാങ്ങുന്ന അത്ര വലിയ പാടൊന്നുമല്ല. ആര് വിചാരിച്ചാലും അത് നടക്കും. പക്ഷേ ഭർത്താവിന്റെ സകല വാശിയും മുഷ്കും സഹിച്ച് മിണ്ടാതിരുന്ന് ആ മഹാത്മാവിന് 3 നേരം വച്ചുണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞുകൂടുന്ന ഒരു പാവം ഭാര്യ കിട്ടണമെങ്കിൽ ഒരുപാട് പാടുപെടണം. അങ്ങനെ ഒരു ഉത്തമയായ ഭാര്യ കിട്ടിയതാണ് മോഹനേട്ടന്റെ ഭാഗ്യം. ഒരു വീട്ടിൽ 2 പേർ. ഒരാൾ ആടിമുടി സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. മറ്റേയാൾ കേസ് ജയിക്കാൻ വേണ്ടി എന്ത് കള്ളവും കാണിക്കുന്ന ഒരു വക്കീല്. ഇതിൽ ആരാണ് ഭാഗ്യം ചെയ്തത്? സമയം 9:24. ഇനി 14 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ആഫീസിൽ പോണം. അതിനു മുന്നേ വന്നാൽ വലതും കഴിക്കാം. ഇവിടെ എന്റെ നെഞ്ചത്ത് കയറിയത് പോരാഞ്ഞിട്ട് ഇനി നാട്ടുകാരെ മര്യാദ പഠിപ്പിക്കണം. പിന്നെ വില്ലേജ് ഓഫീസിൽ പോയി താണ്ട പാടണം. അങ്ങനെ ഒരുപാട് അധ്വാനം ഉള്ളതല്ലേ. വരൂ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഹലോ, അതെ, ഉണ്ട്, കൊടുക്കാം. നിനക്ക ചോദിച്ചില്ല. ഹലോ,
ആ സദാനന്ദൻ സാറാണോ? സാറെന്താണ് മൊബൈലിൽ വിളിക്കാത്തത്? അതെയോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇന്നോ? എപ്പോ? ഞാനോ? അയ്യോ സാർ, ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്നാലും ശരി സാർ, ഞാൻ നോക്കട്ടെ. ഏതോ കേസാണെന്ന് മനസ്സിലായി. പിടിച്ചു പറയോ, തമ്മിത്തല്ലോ? രണ്ടുമല്ല, കേസുമല്ല. ഇന്ന് ബാർ അസോസിയേഷനിൽ കേരളപ്പിറവ് പ്രമാണിച്ച് ഒരു ചെറിയ ആഘോഷ പരിപാടിയുണ്ട്. ഞാൻ 2 വാക്ക് സംസാരിക്കണമെന്ന്. എന്താണ് എന്തെത്ര ചിരിക്കാന്ന്? കേരളപ്പിറവി പ്രമാണിച്ച് നീയാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ളവരുടെ വിവരം എന്തായിരിക്കും? സാധാരണ കൂടുതൽ വിവരമുള്ള ആളാണ് ഒരു ചടങ്ങിൽ പ്രസംഗിക്കുക. കേരളപ്പിറവിയെ പറ്റിയോ കേരളത്തിനെ പറ്റിയോ 2 വാക്ക് സംസാരിക്കാൻ അങ്ങനെ ഒരുപാട് വിവരമൊന്നും വേണ്ട. അത്രയും സംസാരിക്കാനുള്ള വിവരമൊക്കെ എനിക്കുണ്ട്. എന്ത് വിവരം? കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. തിരുവനന്തപുരമാണ് അതിന്റെ തലസ്ഥാനം. ഇവിടുത്തെ മാതൃഭാഷ മലയാളമാണ്. 1956 നവംബർ 1-ാം തീയതിയാണ് ഈ സംസ്ഥാനം രൂപം കൊണ്ടത്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EM ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. ഇത്രയല്ലേ നിനക്കറിയാവൂ? ഇത്രയും മതി. ഇതൊക്കെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയൊക്കെ അറിയാം. അതിന് വക്കീൽ പരീക്ഷ പാസ്സായി ബാർ അസോസിയേഷനിൽ പോയി പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാമേ, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് മുഴുവൻ അറിവും നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്ന പോലെ വിളിച്ചു പറഞ്ഞാൽ പ്രസംഗം ആവില്ല. എനിക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ അതിന് മോഹനേട്ടന്റെ സഹായം വേണ്ട. ഞാൻ സദാനന്ദൻ സാറിനോട് ചോദിച്ചു മനസ്സിലാക്കിയോളാം. സാറ് മോഹനേട്ടനെ പോലെയൊന്നുമല്ല, വിശ്വവിജ്ഞാന കോശമെന്നാണ് സാറിനെ എല്ലാരും വിളിക്കുന്നത്. അങ്ങനെ അങ്ങ് ശരിയാവില്ലല്ലോ. ഹമേ, ഇന്ന് കേരളപ്പിറവിയാണ്. കേരളപ്പിറവി ദിനത്തിൽ പ്രസംഗിക്കാൻ പോകുന്ന നിനക്ക് കേരളപ്പിറവിയെ പറ്റി എന്തറിയാം? 1956 നവംബർ 1-നായിരുന്നു കേരളപ്പിറവി. അതുപോലെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് തിരുക്കൊച്ചി ആയതും മലബാർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഒരു ജില്ലയായി തുടർന്നതും അറിയണം. ഒടുവിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് 1956 തിരുക്കൊച്ചിയെയും മലബാറിനെയും കൂട്ടിയോജിപ്പിച്ച് കേരളം ഉണ്ടായി. ഇതൊക്കെ എനിക്ക് അറിയാം മോഹനേട്ടാ. ഇനി ഓരോന്നോരോന്ന് പറഞ്ഞ് മോഹനേട്ടൻ എന്നെ പേടിപ്പിക്കാതിരുന്നാ മതി. പ്രസംഗം കഴിഞ്ഞ് വരുമ്പോഴും ഇത് തന്നെ പറയണം. Ladies and gentlemen, today എന്താ നീ പറഞ്ഞത്? ഞാൻ മോഹനേട്ടൻ പറഞ്ഞില്ലല്ലോ. ആ പ്രസംഗം ഒന്ന് പറഞ്ഞു നോക്കുമായിരുന്നു. ഏത് ഭാഷയിലാണ് നീ പ്രസംഗിക്കാൻ പോകുന്നത്? കുറച്ച് ഇംഗ്ലീഷിലും കുറച്ച് മലയാളത്തിലും. അതെന്താ മലയാളം കുറച്ചായി പോയത്? എടീ, ഭാഷാടിസ്ഥാനത്തിലാണ് കേരളം എന്ന സംസ്ഥാനം ഉണ്ടായത്. അതായത് ഇന്ത്യയിൽ മലയാളം സംസാരിക്കുന്ന ആളുകളുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഒരു സംസ്ഥാനം ഉണ്ടാക്കി. അതിന് കേരളം എന്ന മനോഹരമായ ഒരു പേര് വിട്ടു. ആ കേരളം രൂപം കൊണ്ട വാർഷികം ആഘോഷിക്കുന്ന ഒരു യോഗത്തിൽ നീ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു. കഷ്ടം. മോഹനേട്ടാ, അവിടെ ഹൈക്കോടതിയിൽ നിന്നൊരു ജഡ്ജി വരുന്നുണ്ട്. ആള് മലയാളിയല്ല. അതുപോലെ മലയാളം അറിയാത്ത വക്കീലന്മാരും കാണും. അവർക്ക് മനസ്സിലാവണ്ടേ? എന്തിന്? മലയാളികൾക്കായി ഒരു സംസ്ഥാനമുണ്ടായ വാർഷികം ആഘോഷിക്കുമ്പോ മലയാളമേ പറയാവൂ. നീയൊക്കെ കോടതിയിൽ വാദിക്കുമ്പോ ഇംഗ്ലീഷേ പറയൂന്ന് എനിക്കറിയാം. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആമേ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ പറഞ്ഞിട്ടുണ്ട്. മാതൃഭാഷ പെറ്റമ്മയാണ്. ഇംഗ്ലീഷ് പോലുള്ള മറ്റുള്ള ഭാഷകൾ പോറ്റമ്മമാർ മാത്രം. പോറ്റമ്മ പെറ്റമ്മയോളം വരില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ മലയാളമാണ്. എനിക്ക് തമിഴും. മലയാളം ഉണ്ടാകുന്നതിന് മുന്നേ തമിഴ് ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴിനെ നമുക്ക് മാതൃഭാഷയായിട്ട് കൂട്ടാം. സാറേ, മോനേരി സാറേ,